ന് വേണ്ടിയിട്ടാണോ എന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച് ആ ദൈവം എന്നിൽ സാറ്റിസ്ഫൈഡ് ആവും, ഞാൻ ഉറപ്പാണ്. കാരണം അങ്ങനത്തെ ഒരു കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ മാതാപിതാക്കൾക്ക് എന്നിൽ ഹാപ്പിയാവും, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്നിൽ ഹാപ്പിയാവും. ഇതിന്റെ പോസിറ്റീവാ ഞാൻ പറഞ്ഞു. എന്റെ സൊസൈറ്റി എന്നിൽ ഹാപ്പിയാവും, എന്റെ രാജ്യം എന്നിൽ ഹാപ്പിയാവും. അങ്ങനെ നോക്കി എല്ലാ പോസിറ്റീവുകളും, ഫാമിലിക്ക് ട്രിപ്പുകൾ കിട്ടുന്നുണ്ട്, ക്യാഷ് കിട്ടുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നുണ്ട്, സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈൽ ആക്കാൻ പറ്റുന്നുണ്ട്, ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി ഇതിന്റെ പോസിറ്റീവ് എണ്ണിയാൽ ഒതുങ്ങാത്ത പോസിറ്റീവാണ്. പക്ഷേ ഈ ബിസിനസിന്റെ നെഗറ്റീവ് ഉണ്ട്. എന്താ നെഗറ്റീവ് എന്ന് അറിയോ? ആളുകളോട് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ അവരോട് സംസാരിക്കുന്നത്. വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ് 2.5 lakh വീക്ക്ലി. ഇത് അൺബിലീവബിൾ ആണ് നമ്മുടെ സൊസൈറ്റിയിൽ. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ 2,50,000 ആഴ്ചയിൽ, മാസം 10 ലക്ഷം വരുമാനം വാങ്ങാൻ, ഇതൊരു അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യമാണ് ജനങ്ങൾക്ക്. അപ്പൊ ഈ അൺബിലീവബിൾ എന്ന ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പറയുന്ന ആളുകൾ ആരും ഏറ്റെടുക്കാറില്ല. ഇതാണ് ഈ ബിസിനസിന്റെ ഒരേ ഒരു നെഗറ്റീവ്. വേറെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്യണം. ഒരുപാട് പോസിറ്റീവ് ഉള്ള, ഒരേ ഒരു നെഗറ്റീവ് ഉള്ള ഈ ഒരു അവസരം പേടിച്ച് ഇത് മനസ്സിലാക്കാൻ പറ്റാതെ ഒരുപാട് ആളുകൾ മാറി നിൽക്കുന്നുണ്ട്. നല്ല കഴിവുള്ള ആളുകൾ, നല്ല കാര്യപ്രാപ്തിയുള്ള ആളുകൾ മാറി നിൽക്കുന്നുണ്ട്. അവർക്ക് ഈ അവസരം മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവർ ഈ അവസരത്തെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആളുകളെ ചെന്ന് കൺവിൻസ് ചെയ്തിട്ട് പറയണം, നിങ്ങൾ ഒരാൾ രക്ഷപ്പെടുക വഴി നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരു 15 കുടുംബത്തിന് സമാധാനവും സ്വസ്ഥയും സന്തോഷവും കൊടുക്കാൻ നിങ്ങളിലൂടെ സാധിക്കും. അങ്ങനെ ഒരു വ്യക്തിയായി നിങ്ങൾ മാറണമെന്ന് നമ്മൾ പറഞ്ഞ് അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മുടെ അവസരം കാണിച്ചു കൊടുത്ത് അവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരും. നമ്മൾ ഒരാൾക്ക് 2 പേർക്ക് നേരിട്ട് ഫ്രാഞ്ചൈസി കൊടുക്കാനേ പറ്റുള്ളൂ. വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ആരുടെ മുമ്പിലും അവതരിപ്പിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച തിരൂര് ഒരു പ്രോഗ്രാം നടന്നു. ഞാനുണ്ടായിരുന്നു, ശരത് സാർ ഉണ്ടായിരുന്നു, ദിലീപ് സാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും പങ്കെടുത്തൊരു പ്രോഗ്രാം. ഏറ്റവും പിറകിലായിട്ട് തിരൂര് പറവണ്ണ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വ്യക്തി ലാസ്റ്റിൽ എന്നോട് സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞ പോയിന്റ് ഇങ്ങനെയാണ്: സാറേ, എനിക്ക് 2 വാക്ക് സ്റ്റേജിൽ കയറിയിട്ട് പറയണമെന്നുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞപ്പോ ഞാൻ വളരെ സില്ലി ആയിട്ടാണ് കണ്ടത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ബിഫാം കഴിഞ്ഞ ആളാണ്, ഞാൻ ഒരു കെമിസ്റ്റ് ആണ്, ഞാൻ UAE വളരെ വലിയൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് നിങ്ങളുടെ സ്റ്റേജിൽ കയറിയിട്ട് 2 വാക്ക് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തല്ലോ, ഇനിയിപ്പോ ഏതായാലും നിങ്ങൾ എന്നോട് പറയും, ഞാൻ അത് സ്റ്റേജിൽ പറഞ്ഞോളാം. പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, അലി സാറേ, നിങ്ങൾ നിങ്ങളുടെ ഏത് പ്രോഗ്രാമുകളിലും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇൻഡസ് വിവയുടെ ഐ പൾസ്. ഇൻഡസ് വിവയുടെ ഐ പൾസ് ഞാൻ ചെക്ക് ചെയ്തപ്പോ അതിന്റെ പേരും സംഭവങ്ങളൊന്നുമല്ല ഞാൻ ചെക്ക് ചെയ്തത്, അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ്. അതിൽ 0 പ്രിസർവേറ്റീവ്സ് ആണ് ഞാൻ കണ്ടത്. അദ്ദേഹത്തിന്റെ വാചകങ്ങളാണ് ഞാൻ പറയുന്നത്. പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടനാശിനി എന്നാണ് അതിന്റെ അർത്ഥം. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, ഞാൻ കണ്ടെത്തിയല്ല, ഒരു കെമിസ്റ്റ് എന്നോട് പറഞ്ഞതാണ്. പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ കീടനാശിനി എന്നാണ്. ഷെൽഫിൽ 5 കൊല്ലം ഇരിക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ കാണാറുണ്ട്. അതിലൊക്കെ കീടനാശിനി ഉണ്ട്, അഥവാ പ്രിസർവേറ്റീവ്സ് ഉണ്ട്. നമ്മുടെ ഐ പൾസിൽ പ്രിസർവേറ്റീവ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. ഇത് നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. മറ്റു പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് വഴി ആളുകൾക്ക് അപ്പൊ ഇല്ലെങ്കിലും അപ്പൊ വരുന്ന എഫക്റ്റിനെ അദ്ദേഹം വേറെന്തോ ഒരു വാചകമാണ് പറഞ്ഞത്. അതെനിക്ക് അപ്പോ നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അത് നമ്മുടെ ശരീരത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന് പറയുന്ന ഒരു വേർഡ് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു ലാംഗ്വേജ്. അദ്ദേഹം ഈ സൈഡ് എഫക്റ്റ് എന്നതിനെ കുറിച്ച് പറഞ്ഞത്, ഉപയോഗിക്കുമ്പോൾ പ്രശ്നമൊന്നും കാണില്ല, പക്ഷെ ഉപയോഗിച്ച് ഒരുപാട് കാലം കഴിഞ്ഞാൽ പിന്നീട് കാണുന്നതിനാണ് സൈഡ് എഫക്റ്റ് എന്ന് പറയും. അതിന്റെ എക്സാമ്പിളും അദ്ദേഹം പറഞ്ഞു. ക്യാൻസർ ആയിട്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ചോദിക്കാറുണ്ട്, മുമ്പെങ്ങാനും സിഗരറ്റ് വലിച്ചിരുന്നോ? അപ്പൊ പണ്ട് സിഗരറ്റ് വലിച്ചതിന്റെ സൈഡ് എഫക്റ്റ് ആണ് ഇപ്പൊ കിട്ടുന്ന ക്യാൻസർ. അദ്ദേഹത്തിന്റെ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഐ പൾസ് എന്ന് പറയുന്നത്. അതിൽ പ്രിസർവേറ്റീവ്സ് ഇല്ല. ഇതാണ് എന്നെ അട്രാക്ട് ചെയ്തത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഐ കോഫി എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് അതിന്റെ ഫോർമുലേഷൻ ഗംഭീര ഫോർമുലേഷൻ ആണ്. ഐ കോഫിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെയാ പറഞ്ഞത്, ഐ കോഫിയുടെ പൗഡർ നിങ്ങൾ നോക്കുക, അതിന് ഭയങ്കര അബ്സോർബിങ് കപ്പാസിറ്റിയാണ്. അതിന്റെ കാരണം എന്താണെന്നറിയോ?
അതിന്റെ പൗഡർ നോക്കിയാൽ മതി. ഇത്രയും നൈസ് ആയിട്ട് ഒരു കോഫിയും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. നിങ്ങൾ ഏത് കോഫി എടുത്ത് നോക്കിക്കോ, അതിൽ തരി തരി കാണാം. നമ്മുടേത് വളരെ നൈസ് പൗഡർ ആയിട്ടാണ്. അതുകൊണ്ട് അബ്സോർബിങ് കപ്പാസിറ്റി കൂടും. ഇതൊക്കെ ഇദ്ദേഹം അങ്ങ് പറഞ്ഞപ്പോ എനിക്ക് തോന്നി ഇദ്ദേഹത്തെ കയറ്റി സ്റ്റേജിൽ ഒന്ന് സംസാരിപ്പിക്കണം. പക്ഷെ എന്റെ ഒരു പ്രത്യേകത, ജബീൽ സാർ നേരത്തെ പറഞ്ഞ പോലെ, ഈ സമയത്തിന് തുടങ്ങി സമയത്തിന് നിർത്തണം എന്നുള്ളതായതുകൊണ്ട് ഞാൻ പറഞ്ഞു അടുത്ത തവണ. അപ്പൊ അദ്ദേഹത്തെ അപ്പോഴത്തേക്ക് UAE പോകും. അപ്പോ പറഞ്ഞു വന്ന പോയിന്റ്, ഇത്തരത്തിലുള്ള വേൾഡ് ക്ലാസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഷെൽഫിൽ എടുത്തു വെക്കാനോ ബെഡിന് അടിയിൽ എടുത്തു വെക്കാനോ ഉള്ളതല്ല. ഇത് ലോകം മുഴുവൻ എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. ലോകം മുഴുവൻ ഇത് എത്തിച്ചു കൊടുക്കണം നമ്മൾ. ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളുടെ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ഫ്രാഞ്ചൈസിയാണ് കമ്പനി നമുക്ക് തന്നിട്ടുള്ളത്. ഫ്രാഞ്ചൈസി കമ്പനി നമുക്ക് തന്നിട്ട് നമ്മളോട് പറയാണ്, അലി നീ ഇത് ലോകം മുഴുവൻ എത്തിക്ക്. കാരണം എന്നെ കൊണ്ട് മാത്രം അല്ലെങ്കിൽ കമ്പനിയെ കൊണ്ട് മാത്രം ഇത് എവിടെ എത്തിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയാണ്, രാജേഷ് സാറോടും ശരത് സാറോടും പറയാണ്, നിങ്ങളും ഇത് ലോകം മുഴുവൻ എത്തിക്ക്. അവരും അവരുടെ ആളുകളോട് പറഞ്ഞു. ഇങ്ങനെ എത്തി 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 ഇപ്പൊ ഒരു പരിചയമില്ലാത്ത തിരുവനന്തപുരത്തുള്ള നിങ്ങളുടെ അടുത്തും ഈ ഓപ്പർച്യൂണിറ്റി എത്തി. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളും ഇങ്ങനെ ഒരു പരിചയമില്ലാത്ത ആളുകളിലേക്ക് ഈ ഫ്രാഞ്ചൈസി നമ്മൾ എത്തിക്കണം. ലോകം മുഴുവൻ ഈ പ്രൊഡക്റ്റിന്റെ മഹാത്മ്യം അറിയണം. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റും ഇതിന്റെ ബെനിഫിറ്റുകളും നമ്മൾ ലോകം മുഴുവൻ അറിയിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓരോ വ്യക്തികളോടും നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ നേരിട്ട് ഒരാൾക്ക് 2 പേർക്കാണ് ഫ്രാഞ്ചൈസി കൊടുക്കാൻ പറ്റുക. വീക്ക്ലി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ഒരാഴ്ചയിൽ ഒരു വ്യക്തി 2 പേർക്ക് ഫ്രാഞ്ചൈസി കൊടുക്കുന്നു. രണ്ടാമത്തെ ആഴ്ച ഈ 2 പേര് 4 പേർക്ക് ഫ്രാഞ്ചൈസി കൊടുക്കുന്നു. ഇങ്ങനെ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. റഫായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ 10 ആഴ്ച കൊണ്ട് കമ്പനി പറയുന്നത് 8ഉം 9ഉം 10ഉം ആഴ്ചക്കുള്ളിൽ 2,50,000 വരുമാനം വാങ്ങാൻ പറ്റുന്ന ലെവലിലേക്ക് എത്താം. ഇതൊന്ന് കറക്റ്റ് ആയിട്ട് നമ്മളൊന്ന് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ. എന്റെ ചോദ്യം നിങ്ങളോട്, 3 മാസം കൊണ്ട് ഏറ്റവും മിനിമം കമ്പനിയുടെ റൂബി എക്സിക്യൂട്ടീവ് എന്ന റാങ്കിലേക്ക് ഈ പൊസിഷനിലൂടെ എത്താൻ പറ്റും. റൂബി എക്സിക്യൂട്ടീവ് ആയി കഴിഞ്ഞാൽ പെയ്ഡ് ആസ് റൂബി എന്ന് പറയുമ്പോൾ മാസം 60,000 മുതൽ 1,00,000 രൂപ വരെ വരുമാനം വാങ്ങാൻ പറ്റുന്ന പൊസിഷൻ. എന്തുകൊണ്ട് നമുക്ക് അവിടെ എത്തിക്കൂടാ? നമുക്ക് എന്താ ഇങ്ങനെ 3 മാസം കൊണ്ട് ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്യാൻ പറ്റാത്തത്? നമ്മുടെ ജീവിതം മാത്രമല്ല മാറുന്നത്, ഒരുപാട് ആളുകളുടെ ജീവിതമല്ലേ മാറുന്നത്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോട് എൻ്റെ റിക്വസ്റ്റ്, നമ്മൾ മലേഷ്യയിലേക്ക് പോകേണ്ടത് ഒറ്റയ്ക്ക് എന്ന് ഞാൻ പറയുന്നില്ല. പുതിയ ആളുകളെ നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തോ. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ബാക്കി മുഴുവൻ ആളുകളും പ്ലാൻ ചെയ്യേണ്ടത് കമ്പനിയുടെ ബ്രാൻഡ് ന്യൂ റൂബി എക്സിക്യൂട്ടീവ് ആയിട്ട് അപ്ലിക്കന്റും കോ അപ്ലിക്കന്റും ഫ്രീ ആയിട്ട് ഈ മലേഷ്യയിൽ നടക്കുന്ന ടൗൺ ഹാൾ ഇവന്റ് പങ്കെടുക്കണം. 3 മാസം മതി നിങ്ങളത് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ. ഇത് സെപ്റ്റംബർ ആണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ വീണ്ടും നമുക്ക് സമയമുണ്ട്. നമുക്ക് 2, 3, 4, 5 ആളുകളെ നമുക്ക് റൂബി എക്സിക്യൂട്ടീവ് ആക്കി മാറ്റാനും അതിലൂടെ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും എൻ്റെ റിക്വസ്റ്റ്, നമ്മളൊരു വിജയിയാണ് എന്ന് നമ്മുടെ കുടുംബത്തിനെ നമ്മൾ അറിയിക്കണം, നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ അറിയിക്കണം, നമ്മുടെ ചുറ്റുവട്ടങ്ങളെ നമ്മൾ അറിയിക്കണം. അവനൊരു വിജയിയാണ്, നമ്മളെ കുറിച്ച് അങ്ങനെ പറയണം. അത് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും നല്ലൊരു ചാൻസ് ആണ് കമ്പനി നമുക്ക് തന്നിട്ടുള്ള മലേഷ്യൻ ട്രിപ്പ്. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ആ മലേഷ്യൻ ട്രിപ്പ് അടിക്കണം, അടിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വളരെ നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്യുക, വളരെ ആത്മാർത്ഥമായിട്ട് പ്ലാൻ ചെയ്യുക. കയ്യും മെയ്യും മറന്ന് എന്ന് പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാര് ഇലക്ഷൻ വരുമ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. വീട്ടില് ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ, വലിയൊരു കല്യാണമോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. നമ്മൾ അങ്ങനെ രക്ഷപ്പെടുക വഴി ഒരുപാട് കുടുംബങ്ങൾ നമ്മൾ വഴി രക്ഷപ്പെടും. അങ്ങനെ ഒരു എന്താണ് മുന്നിൽ നിൽക്കുന്ന ഒരു റോൾ മോഡലായിട്ട് നിങ്ങൾ എല്ലാവരും മാറണം. അതിന് ഇന്നത്തെ ഈ 100 ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്ന ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം അതിനുള്ളൊരു മഹാ സൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്തുകൊണ്ട്, നിങ്ങൾ എല്ലാവരെയും എനിക്ക് നേരിൽ കാണാൻ ആഗ്രഹമുണ്ട്. നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മലേഷ്യയിൽ വെച്ചിട്ട് കാണാം. അവിടെ ടൗൺ ഹാൾ ഇവന്റിൽ പറയണം,
അന്ന് രാവിലെ സംസാരിച്ചപ്പോൾ ഞാൻ അന്നൊരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിലൂടെ ഇന്ന് ഞാൻ മലേഷ്യയിൽ വന്നു. എൻ്റെ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഇടയിൽ ഒരു വിജയിയായിട്ട് ഞാൻ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഓൾ, ലവ് യു ഓൾ. ജയ് ഹിന്ദ്, ജയ് ഇൻഡസ്ട്രി വൺ. Thank you, Alisa. Thank you for your valuable presence. Thank you for your message. സോ ഈ ഒരു ടൈമിൽ നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ എത്തി ഇങ്ങനെ ഒരു വാല്യുബിൾ മെസ്സേജ് തന്ന അലിസാറിന് സ്പെഷ്യൽ താങ്ക്സ്. ട്രിവാൻഡ്രം ടീമിന്റെയും ടീം ഫാൽക്കൺസിന്റെയും പേരിൽ സ്പെഷ്യൽ താങ്ക്സ്. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്യാരണ്ടി പറയുന്നു, സാറിന് ഈ ഗ്രൂപ്പിൽ നിന്ന് ഒത്തിരി അച്ചീവേഴ്സ് മലേഷ്യയിലേക്ക് ഉണ്ടാകും എന്ന് ഒരു പ്രോമിസ് ഞാൻ കൊടുക്കുകയാണ്. നമുക്ക് കൊടുക്കാമല്ലോ അലിസാറിന്, അങ്ങനെ ഒരു പ്രോമിസ് കൊടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും തമ്പടിക്കണം. ഓക്കെ, സോ ഇത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സജീബ് സാറിലേക്ക് തന്നെ. ഓവർ ടു സജീബ് സാർ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. വളരെ സന്തോഷം. ഏതായാലും വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം മുഹമ്മദ് സാറ് കൃത്യമായിട്ട് ഈ 5:45 തന്നെ വന്നു. നമുക്ക് ഒരു വലിയൊരു ആ പ്രസൻസ് വലിയൊരു അനുഗ്രഹമാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. നമുക്ക് വലിയ വലിയ ഫംഗ്ഷനുകളിൽ പോയി കണ്ട് ആ സ്പീച്ച് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് കടന്നു വരുന്നത്. അതേപോലെ ഒരു സ്പീച്ച് അതിരാവിലെ കേൾക്കാൻ കഴിഞ്ഞു. ഇനി അടുത്ത ഒരു 100 ദിവസം കൂടി ഈ ഒരു സ്പീച്ചിന്റെ തലത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. അടുത്ത ലാപ്പില് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ സാറിനെ വിളിക്കും. തീർച്ചയായിട്ടും സാർ എത്തണം. നമുക്ക് അപ്പോഴേ വലിയ അച്ചീവ്മെന്റോട് കൂടിയായിരിക്കും നമ്മൾ വരുന്നത്. ബാക്കിയുള്ള ടീം അംഗങ്ങളോട് എനിക്കുള്ള റിക്വസ്റ്റ്, കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കയറാം. നമ്മുടെ മീറ്റിംഗ്, രാവിലെയുള്ള മീറ്റിംഗിന് കയറാം. ഞാൻ പറഞ്ഞ 5 മിനിറ്റാണ് നമ്മുടെ ബിസിനസ് പറയുന്നത്. ബാക്കി പറയുന്ന ഏകദേശം 10, 12, 13 മിനിറ്റോളം പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ജീവിത ശൈലിയെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെ കുടുംബക്കാരെ എല്ലാവരെയും കയറ്റാം. നമ്മൾ മാത്രം കയറ്റിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മളെ കുടുംബക്കാരും കൂടി കയറ്റിയിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് ആ രീതിയിലേക്ക് വരാം. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും നമ്മുടെ ഈ ടീമിന് ആവശ്യമാണ്. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും 1000 നന്ദി രേഖപ്പെടുത്തുകയാണ്. Thank you, sir. Thank you, sir. Thank you. Thank you very much. Thank you, sir. Thank you so much. Thank you, sir. Thank you, sir. Thank you very much, sir. Thank you, sir. ഓക്കെ, ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷം.